ഇന്ന് ലോക മാലിന്യമുക്ത ദിനമാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് പ്രതിവർഷം പാഴായി പോകുന്നത് 100 കോടി ടൺ ഭക്ഷണമാണ്. ലോകത്ത് ഓരോ വർഷവും 2 ബില്യൺ ടണ്ണിലേറെ ഖരമാലിന്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനോ സംസ്കരിക്കുന്നതിനോ സംവിധാനമില്ല. ഭക്ഷണം പാഴാക്കാതിരിക്കുക, ആവശ്യമുള്ളത് മാത്രം ഉൽപ്പാദിപ്പിക്കുക, ആവശ്യം കഴിഞ്ഞാൽ വസ്തുക്കൾ പുനരുപയോഗം ചെയ്യുക തുടങ്ങി നിരവധി മാർഗങ്ങളുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടത്തോടെ ഇ വേസ്റ്റ് സംസ്കരണം വലിയ വെല്ലുവിളിയാകുന്നു. മാലിന്യം കുന്നുകൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പരിസ്ഥിതി മലിനമാകുന്നു. കാലാവസ്ഥാ മലിനീകരണത്തിന് പ്രധാന കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇത് പ്രകൃതിയെ നശിപ്പിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടികൾ ആവശ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകം ഒരു വർഷം പാഴാക്കിക്കളയുന്നത് 100 കോടി ടൺ ഭക്ഷണമാണ്. ലോകവിപണിയിൽ ലഭ്യമായ ആകെ ഭക്ഷണത്തിന്റെ 1/5 വരും ഇതെന്നാണ് കണക്ക്. ഒരു വിഭാഗം ജനങ്ങൾ കൊടും പട്ടിണി അനുഭവിക്കുമ്പോഴും വലിയ തോതിൽ ഭക്ഷണം പാഴാക്കിക്കളയുന്നതിനെ ആഗോള ദുരന്തമെന്നാണ് UN പരിസ്ഥിതി ഏജൻസി വിശേഷിപ്പിച്ചത്. റിസർച്ച് ഡെസ്ക് 24.